രാജ്യത്ത് സ്വർണ്ണവില അടിക്കടി വർദ്ധിച്ചതോടെ വാങ്ങുന്നതിനേക്കാളും കൂടുതലാണ് സ്വർണം വിൽക്കാൻ പലരും ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന് അനുസരിച്ചുള്ള ഇന്നത്തെ വില ലഭിക്കാനും പ്രയാസമാണ്. സ്വർണ്ണവില കുറയുമെന്ന പേടിയിൽ പല ജ്വല്ലറികളും സ്വർണം എടുക്കാനും മടി കാണിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം ATM-ൽ നിക്ഷേപിച്ച് പണമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ തീർച്ചയായും അത് വലിയൊരു സൗകര്യം തന്നെയായിരിക്കും. ചൈനയിലെ ഷാങ്ഹായിലൊക്കെ ഇത്തരം നിരവധി ATM-കൾ നേരത്തെ വന്നു കഴിഞ്ഞു. പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്ന പഴയ ജ്വല്ലറിക്കാർക്ക് ഒരു വെല്ലുവിളി കൂടിയായിരുന്നു ഈ സ്വർണ്ണ ATM-കൾ. മറ്റു രാജ്യങ്ങളും ഈ പുതിയ സംവിധാനത്തിലേക്ക് ഇപ്പോൾ കൂടുതലായി കടന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ചെറിയ തുക എടുക്കാൻ പോലും ബാങ്കുകളിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് പണം എടുത്തിരുന്ന ആളുകൾ ATM-കൾ വന്നതോടെ വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ പണമിടപാടുകൾ നടത്താൻ തുടങ്ങി. ATM ശരിയല്ല, അതിൽ തട്ടിപ്പ് നടക്കും, പണം നഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ അതെല്ലാം മറന്നു കഴിഞ്ഞു. CDM കൂടി എത്തിയതോടെ പണം നിക്ഷേപിക്കാനുള്ള സൗകര്യവും സാധ്യമായി. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ATM-ലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് കേരളത്തിൽ ആദ്യമായി സ്വർണ്ണ ATM-കൾ സ്ഥാപിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ തൃശ്ശൂർ കോർപ്പറേറ്റ് ഓഫീസിലാണ് ATM സ്ഥാപിച്ചത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ ഈ ATM-ൽ നിന്നും ലഭിക്കും. ഹൈദരാബാദിലെ ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡാണ് ATM നിർമ്മിച്ചത്. ഈ ATM-ൽ നിന്നും 1/2 മില്ലിഗ്രാം മുതലുള്ള സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും. 24 മണിക്കൂറും ആ ATM പ്രവർത്തിക്കുകയും ചെയ്യും. പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ATM-ൽ നിന്നും സ്വർണം ലഭിക്കും. സ്വർണം വാങ്ങാൻ പറ്റിയ സമയമാണ് ഇതൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ സ്വർണം വാങ്ങാനുള്ള അവസരമാണ് പുതിയ ATM-ലൂടെ സാധ്യമാവുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. രാജ്യത്ത് ആദ്യമായി 2022-ലാണ് ഗോൾഡ് ATM ആരംഭിക്കുന്നത്. ഹൈദരാബാദിലെ ബീഗംപേട്ടിൽ ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പൺ ക്യൂബ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് ATM തയ്യാറാക്കിയത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ളൊരു ഫിൻടെക് സ്റ്റാർട്ടപ്പാണ് ഗോൾഡ് സിക്ക. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, UPI പേയ്മെൻറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് 1/2 ഗ്രാം മുതൽ 100 ഗ്രാം വരെയുള്ള 24 ക്യാരറ്റ് സ്വർണ്ണ നാണയങ്ങൾ ഈ ATM-കൾ വഴി ലഭിച്ചിരുന്നു. ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ്റെ തത്സമയ നിരക്കുകളുമായി ബന്ധപ്പെടുത്തിയാണ് അതിലെ വില തീരുമാനിച്ചിരുന്നത്. ATM-കൾക്കായി ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. CCTV നിരീക്ഷണം, ആൻറ്റി തെഫ്റ്റ് അലാറങ്ങൾ, ബയോമെട്രിക് ആക്സസ് കൺട്രോളുകൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. 2025 മെയ് വരെയുള്ള കണക്കനുസരിച്ച് ഗോൾഡ് സിക്കയ്ക്ക് ഇന്ത്യയിൽ 14 ഗോൾഡ് ATM-കളും അന്താരാഷ്ട്ര തലത്തിൽ 3 ATM-കളും ഉണ്ട്. 2023 ഡിസംബറിൽ ഹൈദരാബാദിലെ അമീർപേട്ട് മെട്രോ സ്റ്റേഷനിൽ സ്വർണവും വെള്ളിയും വിൽക്കുന്ന പുതിയ മോഡൽ പുറത്തിറങ്ങി. അവരുടെ ഏറ്റവും പുതിയ പതിപ്പായ ഗോൾഡ് മെൽറ്റിംഗ് ATM അടുത്തിടെയാണ് തുറന്നത്. ഇത് സ്വർണം വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, സ്വർണം വാങ്ങാനും കൈമാറ്റം ചെയ്യാനും പണയത്തിനും കൂടാതെ AI, AR റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങളിലേക്ക് സ്വർണം മാറ്റാനും സഹായിക്കും. അതിലെ മെൽറ്റിംഗ് ഫീച്ചറിന് റെഗുലേറ്ററി അനുമതി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതുവരെ സർക്കാർ പിന്തുണയുള്ള ഒരു സ്വർണ്ണ ATM പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇത്തരം സ്വർണ്ണ ATM കൂടുതൽ സ്വീകാര്യത നേടിവരികയാണ്. ജ്വല്ലറിയിലോ ഏതെങ്കിലും കടക്കാരൻ്റെ മുന്നിലോ പോയി ഇരിക്കാതെ നമുക്ക് സ്വർണം വാങ്ങാനും വിൽക്കാനും കഴിയും എന്നത് ഒരു ചെറിയ കാര്യവുമല്ല.